ഞാനിപ്പോൾ ഉള്ളത് അരീക്കോട് മുറിഞ്ഞമാട് എന്ന സ്ഥലത്താണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, ഹൗസ് ബോട്ട് ഉണ്ട്. ചാലിയാർ പുഴൻ്റെ തീരത്താണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. ഒരു ദിവസം കുട്ടികളായിട്ടൊക്കെ വന്നാൽ ഇവിടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മഴക്കത്തെ സ്ഥലമാണ്. നല്ല പച്ചപ്പുണ്ട്. ഈ പുഴയിൽ കൂടെ ബോട്ടിംഗ് ഉണ്ട്. നല്ലൊരു നാച്ചുറൽ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബോട്ട് ഇതൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. കുറേ ബോട്ടുകളുണ്ട്, രസമാതിരി ബോട്ടുണ്ട്. കണ്ടമാനം ആളിവിടെ വിസിറ്റേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. ഇവരൊക്കെ അത് ബോട്ടിങ്ങിന് വേണ്ടി വന്നവരാണ്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ഇതിൽ ഫുള്ള് കറങ്ങാൻ ഒരാൾക്ക്. നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. ഇത് ബോട്ടിങ് കഴിഞ്ഞ് വരുന്നല്ല കേട്ടോ. ഒരാൾക്ക് 50 രൂപ. കാർ പാർക്കിങ്ങിന് ഇവിടെ സൗകര്യമുണ്ട്. മേലെ പേ പാർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല ഒരു 4 മണി ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബായിക്കാരം. ഈ ഹൗസ് ബോട്ട് ഒരു ദിവസത്തെ റെൻറ്റിനും കിട്ടും കേട്ടോ. ചെറിയ പൈസ ഉള്ളൂ ഇവിടെ. 35 ആൾക്ക് 1 മണിക്കൂർ യാത്ര ചെയ്യാൻ എത്ര പറഞ്ഞത് 2000 രൂപ. ആലപ്പുഴയെ സംബന്ധിച്ച് നോക്കുമ്പം ഇവിടെ ഭയങ്കര റേറ്റ് കുറവാട്ടോ. അടിയിൽ ഈ ബോട്ടിൻ്റെ അടിഭാഗത്ത് DJ ഉണ്ട്. ഇത് സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി. സ്റ്റെപ്പ് ഇറങ്ങിയാണ്ട് താഴേക്ക് വന്നാൽ DJ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാം. കുട്ടികളുടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ജോളിയാക്കാം. നല്ല രസമുള്ള ഒരു ബോട്ട് തന്നെയാണ്. ഇതിലാരോ തോണിയിൽ വന്നാണ്ട് മീൻ പിടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഭയങ്കര വൈബാണ്. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഒരു 6-6:30 മണിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ വെളിച്ചത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ മേൽഭാഗമാണ്, ഈ ബോട്ടിൻ്റെ മേൽഭാഗമാണ് ഉണ്ടപ്പോൾ. നല്ലൊരു ഏരിയ തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ 50 രൂപക്ക്. നല്ല സേഫ്റ്റിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഉഷാറാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു അടിപൊളി വൈബാട്ടോ. ഭയങ്കര രസമാണ് അവിടെയൊക്കെ. ചെറിയ ബോട്ട്. അത് മെയിൻ റോഡാട്ടോ. എടവണ്ണപ്പാറ റോഡ്. അരീക്കോട് നിന്ന് എടവണ്ണപ്പാറക്ക് പോണ റോഡാണ് കണ്ടത്. കാണാൻ തന്നെ നല്ല മുഞ്ചാട്ടോ ഇവിടെയൊക്കെ. ബോട്ടിലെ കംപ്ലീറ്റ് DJ കൊടുത്ത് മ്യൂസിക്കും ലൈറ്റും അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടാണ് യാത്ര.
ഇതിൽ കയറിയ ആൾക്കാർക്കൊക്കെ ഫുൾ എൻജോയ് ആട്ടോ. ഞാൻ ചോദിച്ചു അവരോടൊക്കെ. ഇവിടെ ഭയങ്കര വൈബാണെന്ന് തന്നെയാണ് പോലും പറയുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി, അതാണ് പ്രശ്നം. ഇനി ഏതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് നല്ല രസകരമായിട്ട് കാണാം.